ഇന്ത്യയിലെ കൊങ്കണി ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശിവന്റെ ഒരു രൂപമാണ് നാഗേഷി അഥവാ നാഗേഷ് എന്ന പേരിൽ ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നു. ഗോവയിലെ പോണ്ട ജില്ലയിൽ പച്ചപുതച്ച ചുറ്റുപാടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലെ മറ്റു പല ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വെൽഹ കോൺക്വിസ്റ്റാസിൽ നിന്ന് മാറ്റപ്പെട്ട നാഗേഷി ക്ഷേത്രം അതിന്റെ യഥാർത്ഥ സ്ഥലത്താണ്. എന്നിരുന്നാലും ഇത് നിരവധി തവണ നവീകരിച്ചു. വടക്കൻ ഗോവ ജില്ലയിലെ പോണ്ടയിലെ ബന്തോട് ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നു. പോണ്ടയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ കിഴക്ക് ബന്തോറ ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ ശ്രീ നാഗേഷ് മഹാരുദ്രയും മറ്റ് ദേവതകൾ ശ്രീ ലക്ഷ്മി നാരായണനും ശ്രീ ഗണപതിയുമാണ്. ഈ സ്ഥലം പണ്ട് ബന്ദിവാട് എന്നറിയപ്പെട്ടിരുന്നു. പനാജി ബെൽഗാം ദേശീയപാതയിൽ പനാജിയിൽ നിന്ന് 26.2 കിലോമീറ്റർ അകലെ പാർമഗുഡിയിൽ നിന്ന് 800 മീറ്റർ അകലെ പാർമഗുഡി കവാലം പോണ്ട റോഡിലാണ് ശ്രീ നാഗേഷ് മഹാരുദ്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ നാഗേഷ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 300 മീറ്റർ അകലെയാണ് ശ്രീ ജഗദംബ മഹാലക്ഷ്മി ക്ഷേത്രം. ബണ്ടിവാഡയിൽ സരസ്വത്മാർ ശ്രീ നാഗേഷ് മഹാരുദ്ര പ്രതിഷ്ഠ സ്ഥാപിച്ചു. മറ്റ് ദേവതകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് തുടക്കം മുതൽ തന്നെ സുരക്ഷിതമായ ഒരു വാസസ്ഥലം കണ്ടെത്തി. കൂടാതെ സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടതില്ല. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ഭരണാധികാരികളുടെ മതപരമായ പീഡനം ഈ ക്ഷേത്രത്തെ ബാധിച്ചിട്ടില്ല. കാരണം അക്കാലത്ത് പോണ്ട മഹലിലെ അന്ത്രുജ് പോർച്ചുഗീസ് ശക്തിയുടെ അധീനതയിലായിരുന്നില്ല. ഇത് ശാന്തദുർഗ, ഗണപതി തുടങ്ങിയ സരസ്വത ദേവതകളുടെ കുടിയേറ്റത്തിന് സഹായകമായി. തെക്കോട്ട് കുടിയേറിയ സാരസ്വത ബ്രാഹ്മണർക്കൊപ്പം പരശുരാമനാണ് ഈ പ്രതിഷ്ഠയെ കൊണ്ടുവന്നതെന്ന് വ്യക്തമാണ്. ഇത് സായാദ്രി സ്കന്ദപുരാണത്തിൽ 53-ാം വരിയിൽ പരാമർശിച്ചിരിക്കുന്നു. അത്ഭുതകരമായ ഐതിഹ്യങ്ങൾക്ക് പേരുകേട്ട ഭഗവാൻ ശങ്കരന്റെ സ്വയംഭൂ ക്ഷേത്രമാണ് ശ്രീ നാഗേഷ് ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പ്രാചീനതയിലേക്ക് വെളിച്ചം വീശുന്ന ലിഖിതങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ഇവിടെയുള്ള നാഗേശലിംഗം ഒരു സ്വയംഭൂ ലിംഗമാണ്. അത്ഭുതകരമായ ശക്തികളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിനു മുന്നിൽ ഈന്തപ്പനകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു താലി അല്ലെങ്കിൽ ജലസംഭരണിയുണ്ട്. അതിന്റെ പ്രവേശന കവാടത്തിൽ കറുത്ത കരിങ്കല്ലിൽ ഒരു നന്ദി ഉയർന്നു നിൽക്കുന്നു. ജലസംഭരണിയിലെ വെള്ളം എപ്പോഴും ഒഴുകുകയും ജലസംഭരണിയിലെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയറാണ്. ഈ ജലസംഭരണി വളരെ മനോഹരമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഇത് ഗോമന്തകിലുടനീളം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ഒരു പ്രത്യേക സവിശേഷതയായി കണക്കാക്കപ്പെടുന്നു. ജലസംഭരണിയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുമ്പോൾ നാഗേഷി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ പ്രതിബിംബവും ശ്രീകോവിലിൽ കത്തിച്ച വിളക്കുകളും കാണാൻ കഴിയുന്ന തരത്തിലാണ് ജലസംഭരണി നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ചു ദൂരത്ത് പൂർവാചാരി, ബേദൽ, റാവൽനാഥ് എന്നീ ചെറിയ ക്ഷേത്രങ്ങളും കാണാം. ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആകർഷണീയതയുടെ ദിവ്യാനുഭൂതി ലഭിക്കുന്നു. ഗർഭഗൃഹത്തിലെ ലിംഗം അതിന്റെ പീഠത്തോടുകൂടിയാണ് താഴികക്കുടത്തിന്റെ ആകൃതിയിലുള്ള മേൽക്കൂരയുടെ കീഴിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഗർഭഗൃഹത്തിന് ചുറ്റും പ്രദക്ഷിണത്തിനുള്ള ഒരു പ്രദേശമുണ്ട്. ഒരു കിടപ്പുമുറിയുണ്ട്. അതിന് അഭിമുഖമായി മാർബിൾ ടൈലുകൾ കൊണ്ട് നിർമ്മിച്ച വിശാലമായ ചതുരം. തെക്കും വടക്കും വശങ്ങളിലായി ശ്രീ ലക്ഷ്മിനാരായണന്റെയും ശ്രീ ഗണപതിയുടെയും വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. അയൽപ്പക്കത്താണ് സുന്ദരാജാവിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനു മുന്നിലുള്ള മണ്ഡപത്തിന് ഒരു ഗാലറിയുണ്ട്. അതിൽ ഹൈന്ദവ ഇതിഹാസങ്ങളായ രാമായണ, മഹാഭാരതത്തിൽ നിന്നുള്ള കഥകൾ വിവരിക്കുന്ന സങ്കീർണമായ തടി കൊത്തുപണികളുണ്ട്. ഒരു വശത്ത് അസ്താദിക്പാലിന്റെയും ഗന്ധർവന്റെയും തടി ശില്പങ്ങൾ അടങ്ങിയിരിക്കുന്നു. മറുവശത്ത് ക്ഷേത്ര കോമ്പൗണ്ടിൽ 5 നിലകളുള്ള ഒരു ദീപസ്തംഭവും ഉണ്ട്. നൂറ്റാണ്ടുകളായി ഗോവയിൽ ആധിപത്യം പുലർത്തിയ പോർച്ചുഗീസ് സ്വാധീനം ഉണ്ടായിരുന്നിട്ടും ഇത്രയധികം ഹിന്ദു ക്ഷേത്രങ്ങൾ ഇവിടെ എങ്ങനെ നിലനിന്നുവെന്നത് കൗതുകകരമാണ്. സ്ഥലത്തുനിന്നും മറ്റൊരിടത്തേക്ക് വേരോടെ പിഴുതെറിയപ്പെട്ട ദേവതകളെ പൂജാരിമാരുടെ, പുരോഹിതന്മാരുടെ വീടുകളിൽ പോലും ആത്യന്തികമായി അവരുടെ ഇന്നത്തെ വാസസ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതുവരെ സംരക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്തു. പ്രകൃതി സൗന്ദര്യത്തിനും ലളിതമായ വാസ്തുവിദ്യയ്ക്കും പേരുകേട്ട ഗോവയിലെ അത്തരം ചില പഴയ ക്ഷേത്രങ്ങൾക്ക് പഴയകാലത്തെ പോലെ ചില അടിസ്ഥാന സവിശേഷതകളുണ്ട്. ബീഹാറിലെ സരസ്വത ബ്രാഹ്മണർ നിർമ്മിച്ചവയാണ് ഗോവയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങൾ. പ്രിയോളിലെ മങ്കേഷി ക്ഷേത്രം, കവലയിലെ ശാന്തദുർഗ ക്ഷേത്രം, കണ്ടോലയിലെ ഗണപതി ക്ഷേത്രം, ബാണ്ടിവാഡിലെ മഹാലക്ഷ്മി ക്ഷേത്രം, ബന്തോരയിലെ ശ്രീ നാഗേഷ് മഹാരുദ്ര ക്ഷേത്രം. ഇവയിൽ ഗോവയിലെ മറ്റെല്ലാ പുരാതന ദേവതകളിൽ നിന്നും വ്യത്യസ്തമായി ശ്രീ നാഗേഷ് മഹാരുദ്ര പോർച്ചുഗീസ് അധിനിവേശ കാലഘട്ടത്തിൽ പോലും ബന്തോരയിൽ നിന്ന്, ബാണ്ടിവാഡെ നിന്ന് മാറിയിട്ടില്ല. ഈ ഓരോ ക്ഷേത്രങ്ങളുടെയും ഉത്ഭവത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. അവയിൽ ഭൂരിഭാഗവും ഐതിഹാസികമായ സരസ്വതി നദിയുടെ തീരത്ത് നിന്ന് ഗംഗാ സമതലങ്ങളിലേക്കും പിന്നീട് ഗോമന്തകിലേക്കും മഹർഷിയുടെ ക്ഷണപ്രകാരം സരസ്വതിയുടെ കുടിയേറ്റത്തെ ചുറ്റിപ്പറ്റിയാണ്. പരശുരാമൻ മങ്കേഷലിംഗം ഭഗവാൻ തന്നെ ഭഗീരഥി നദിയുടെ തീരത്തുള്ള മങ്കിരേഷ് പർവ്വതത്തിൽ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നു. അവിടെ നിന്ന് സരസ്വത ബ്രാഹ്മണർ ബീഹാറിലെ ത്രിഹോത്രപുരിയിലേക്ക് കൊണ്ടുവന്നു. അവർ ലിംഗത്തെ ഗോമന്തകത്തിലേക്ക് കൊണ്ടുപോയി ഇന്നത്തെ മഡ്ഗോവയായ മഡഗ്രാമയിൽ താമസമാക്കി. ഗോമതി അല്ലെങ്കിൽ സുവാരി നദിയുടെ തീരത്ത് അവരുടെ ഏറ്റവും പവിത്രവും പുരാതനവുമായ മങ്കേഷ് ക്ഷേത്രം സ്ഥാപിച്ചു. ശിവലിംഗ രൂപത്തിലാണ് മങ്കേഷ് ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നത്.
1560-ൽ പോർച്ചുഗീസുകാർ സാൽസെറ്റ് താലൂക്കിൽ ക്രിസ്ത്യൻ മതപരിവർത്തനം ആരംഭിച്ചപ്പോൾ വത്സഗോത്രത്തിലെ സാരസ്വതർക്ക് അരക്ഷിതാവസ്ഥ തോന്നി. മങ്കേഷലിംഗം കുശസ്ഥലിയിലെ യഥാർത്ഥ സ്ഥലത്തുനിന്ന് അക്കാലത്ത് ഹിന്ദു ഭരിച്ചിരുന്ന അത്രുഞ്ച താലൂക്കിലെ പ്രിയോളിലേക്ക് മാറ്റി. സോണ്ടയിലെ രാജാക്കന്മാർ ഒരു ക്ഷേത്ര പൂജാരിയുടെ വീട്ടിൽ കുറച്ചുകാലം താമസിച്ചതിനുശേഷം ശ്രീ മങ്കേഷ പ്രതിഷ്ഠയെ ഒടുവിൽ പ്രിയോളിലെ ഇന്നത്തെ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. നാഗസർ എന്നറിയപ്പെടുന്ന ചുറ്റുപാടിൽ പണ്ട് ഷാമി മരങ്ങളുണ്ടായിരുന്നു. ഐതിഹ്യം പറയുന്നതനുസരിച്ച് ഒരു പശു പതിവായി ഈ സ്ഥലം സന്ദർശിച്ച് പാല് വർഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ശിവലിംഗം കണ്ടെത്തുന്നതിലേക്ക് നയിച്ച ഐതിഹ്യം പറയുന്നത്. ദേവസ്ഥാനത്തിന്റെ കോമ്പൗണ്ടിൽ ഈ ക്ഷേത്രത്തിന്റെ പൗരാണികതയെക്കുറിച്ചുള്ള തർക്കമില്ലാത്ത രേഖയായ ഒരു ലിഖിതമുണ്ട്. കാർത്തിക പൂർണിമയിലെ സേവകൾക്കായി ശ്രീ മയീൻ ഷെൻവി വാഗ്ലെ എന്ന ഉദ്യോഗസ്ഥനായ ശ്രീ നാഗേഷിന്റെയും ശ്രീ മഹാലക്ഷ്മിയുടെയും ദേവതകൾക്ക് അനുകൂലമായി വേദഖണ്ഡികയും കുലഗർ നാഗ്ശ്രീ മല്ലോ നെൽവയലും റൂവോ കുലഗർ എന്നിവരുടെ പേരിലുള്ള ഭൂമിയുടെ സമ്മാനവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യം 1413 AD അല്ലെങ്കിൽ 1335 ശകവർഷം വിജയനഗറിലെ വീർപ്രതാപ് ദേവരായ രാജാവിന്റെ ഭരണകാലത്ത്. അന്ന് ശ്രീ നഞ്ചൻ ഗോസാവി ഗോവ ഗവർണറായിരുന്നു. സവായ വെരമിൽ നിന്ന് കണ്ടെത്തിയ 1229 ശകവർഷത്തിലെ ഒരു ചെമ്പ് ഫലകത്തിൽ പറഞ്ഞിരിക്കുന്നു. അക്കാലത്ത് ദേവൻ നാഗനാഥ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉമ, മഹേശ്വരി, ഗണേശൻ എന്നിവരുടെ ഒരു ശിലാവിഗ്രഹം ക്ഷേത്രവളപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശില്പത്തിന്റെ ശൈലിയിൽ നിന്ന് 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലുമാണെന്നാണ് ഈ ശില്പം നിർമ്മിച്ചത് എന്ന് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് 7-ാം നൂറ്റാണ്ടിനു മുമ്പുതന്നെ ഇവിടെ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിൽ സംശയമില്ല. കൗശിക് ഗോത്രത്തിൽപ്പെട്ട കുടുംബപ്പേരുകൾ നായക്ക്, ഷാൻബാഗ്, ഷേണായി, റാവു, കേൽക്കർ എന്നിവയാണ് കൗശിക് ഗോത്രത്തിൽപ്പെട്ട പേരുകൾ. വത്സഗോത്രത്തിൽപ്പെട്ട കുടുംബപ്പേര് പായി, കമത്ത്, ഷൈൻവി, മല്യ, കൈകിനി. അസ്കേക്കർ വത്സഗോത്രത്തിൽപ്പെട്ട പേരുകൾ ഭരദ്വാജ് എന്നിവരിൽപ്പെട്ട ഒരു പുരാതന കുലദേവത ക്ഷേത്രമാണിത്. ഗോത്രം കൂടാതെ ദെംബോയുടെയും ഗർസയുടെയും കുടുംബങ്ങളും ആരാധനക്കാരാണ്. ക്ഷേത്രത്തിന്റെ സ്ഥാനം പോണ്ടയിൽ നിന്ന് 4 കിലോമീറ്റർ കിഴക്കായി ബന്തോറ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം പണ്ട് ബന്ദിവാഡ് എന്നറിയപ്പെട്ടിരുന്നു. പനാജി ബെൽഗാം ദേശീയപാതയിൽ പനാജിയിൽ നിന്ന് 26.2 കിലോമീറ്റർ അകലെ പാർമഗുഡിയിൽ നിന്ന് 800 മീറ്റർ അകലെ പാർമഗുഡി കവാലം പോണ്ട റോഡിലാണ് ശ്രീ നാഗേഷ മഹാരുദ്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ നാഗേഷ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 300 മീറ്റർ അകലെയാണ് ശ്രീ ജഗദംബ മഹാലക്ഷ്മി ക്ഷേത്രം. ഇനിപ്പറയുന്ന സ്ഥലങ്ങൾ സമീപത്തുള്ളവയാണ്. സാധാരണയായി ഈ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ ഒരുമിച്ച് സന്ദർശിക്കാറുണ്ട്. ശ്രീ ശാന്തദുർഗ ക്ഷേത്രം കാവലത്ത് സ്ഥിതി ചെയ്യുന്നു 2 കിലോമീറ്റർ. സെന്റ് റോക്ക് ചാപ്പൽ ബന്തോദ 800 മീറ്റർ. ശ്രീ രാമനാഥി ക്ഷേത്രം 1.4 കിലോമീറ്റർ. ശ്രീ ദത്ത മന്ദിർ 1.7 കിലോമീറ്റർ. ശ്രീ മാരുതി ക്ഷേത്രം 1.7 കിലോമീറ്റർ. പഞ്ചിം കദംബ ബസ് സ്റ്റാൻഡിൽ നിന്ന് 26 കിലോമീറ്ററും വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 37 കിലോമീറ്ററും മർഗോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 21.5 കിലോമീറ്ററും അകലെ. വടക്കൻ ഗോവയിലാണ് ശ്രീ നാഗേഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പോണ്ട താലൂക്കിലെ ഡോൺഷിവാഡോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് ശ്രീ നാഗേഷി ക്ഷേത്രം അല്ലെങ്കിൽ നാഗേഷി ക്ഷേത്രം. ഈ ക്ഷേത്രം ഗോവയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഗണ്യമായ പുരാവസ്തു പ്രാധാന്യമുള്ളതും ഗോവ സന്ദർശിക്കുമ്പോൾ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. അദ്ഭുത ശക്തികൾക്ക് പേരുകേട്ട പരമശിവന്റെ സ്വയംഭൂ ക്ഷേത്രമായാണ് ശ്രീ നാഗേഷി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. നാടൻപാട്ടുകളിലെ പരാമർശമല്ലാതെ ചരിത്രം ഇപ്പോൾ ലഭ്യമല്ല. 1413-ൽ ഈ പ്രദേശം വിജയനഗര സാമ്രാജ്യത്തിലെ വീർപ്രതാപ് ദേവരായയുടെ ഭരണത്തിൻ കീഴിലായിരുന്നു. സതാരയിലെ മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി ഷാഹുവിന്റെ കാലത്ത് ഈ ക്ഷേത്രം വിപുലമായ നവീകരണ പ്രക്രിയയ്ക്ക് വിധേയമായി. ഈ മനോഹരമായ ക്ഷേത്രം യഥാർത്ഥത്തിൽ നിർമ്മിച്ച സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പുനഃസ്ഥാപിച്ച സ്ഥലത്തല്ല. നവംബർ മാസത്തിൽ ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം അങ്കിഷ സത്രപ്പാണ്. 8 ദിവസത്തെ കാർത്തിക പൂർണിമ, ചൈത്രപൂർണിമ, മഹാശിവരാത്രി എന്നിവയും ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു. ക്ഷേത്രം തുറക്കുന്ന സമയം രാവിലെ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ രാത്രി 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെ ക്ഷേത്രം തുറന്നിരിക്കും.